പുരുഷനെ എങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യല. പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമല്ല, ആ വ്യാജ പരാതി നിലനിൽക്കും എന്നുള്ളൊരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആയതുകൊണ്ട് ഫൈറ്റ് ചെയ്യും, സംശയമൊന്നുമില്ല. ഈ പത്രസമ്മേളനത്തിൽ പറയാതെ ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എന്റെ ഹണി റോസിന്റെ പരാതിയോടുള്ള പ്രതികരണം, അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളൂ, ബഹുമാന പുരസ്സരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ. അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. പക്ഷേ ഹണി റോസിന്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാനും. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി. അങ്ങനെ ഹണി റോസ് വെട്ടിലായിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ പോവുകയാണ്. ഹണി റോസ് അങ്ങനെ സുഖിക്കേണ്ട, കേസ് നടത്താനുള്ള ബുദ്ധിമുട്ട് അവരറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. ഇനി കുറച്ചുപേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും എന്താണ് കാര്യമെന്ന്. ഒന്നുമില്ല, ഹണി റോസ് വീണ്ടും രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഒരു പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ് മീറ്റ് ഒക്കെ കൂടിയിരുന്നല്ലോ. സീരിയൽ സിനിമ ആർട്ടിസ്റ്റായ നടി പ്രിയങ്കയും ഈ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. അതിനേക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഹണി റോസ് വീണ്ടും രാഹുൽ ഈശ്വറിനെതിരെ, പഴയ കേസ് തന്നെയാണ് വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. മുൻപ് രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുത്തപ്പോൾ ഓൾറെഡി അറിഞ്ഞതാണ് ആ ഒരു കേസിൽ കഴമ്പില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കേസിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഹണി റോസ് കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. എല്ലാ മാധ്യമങ്ങളും, എന്നോട് പൂർണ്ണമായി യോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ എല്ലാ കേസും സെറ്റിൽ ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വീണ്ടും കൊണ്ട് കേസ് കൊടുത്തിരിക്കുക. ഞങ്ങൾ എല്ലാ കേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. ഞങ്ങൾ മെൻസ് കമ്മീഷന്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി. ഞാൻ അടക്കം 3-4 ദിവസം മുമ്പ് വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിന് നല്ലത് വരട്ടെ, ബോബി ചെമ്മണ്ണോട് നല്ലത് വരട്ടെ, രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് പോയി ആ എപ്പിസോഡേ തീർന്നു. ഇന്നലെ ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല, ഹണി റോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? പ്രതിയുടെ പക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോടൊരു കരുണ വേണ്ടി. അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടറിയില്ലേ? ഒരിക്കൽ പരാതി കൊടുത്തു പോലീസ് പറ്റൂലെന്ന് പറഞ്ഞല്ലേ, പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തു. ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കുന്നതെന്ന് അറിയാമോ? അവർക്ക് അതാണ് സേഫ്. അതായത് അവർക്ക് ഇനി പെണ്ണ് കൊടുത്ത് പരാതി കൊടുത്തിട്ട് എടുക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതാണ് സേഫ്. എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു, യുവജന കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒഫീസർ ഡിപ്റ്റി ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ. പക്ഷെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, എന്റെ അല്ല. നിങ്ങൾ ആണുങ്ങളുടെ കോസ് ചാമ്പ്യൻ ചെയ്തൊരു വ്യക്തിയാണ്. ഹൈക്കോടതിയുടെ എക്സാക്ട് വാക്കുകളാണ്. പക്ഷെ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ്. പക്ഷേ ഇന്നലെ വീണ്ടും എനിക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വന്നതിൽ ഹണി റോസ് എന്താണ് ആ കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണി റോസും തീർച്ചയായും അറിയണം. വീട്ടിന്റെ സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട. അതുകൊണ്ട് ഈ കേസിന്റെ അറ്റം വരെ പോവുകയും ചെയ്യും. ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് എനിക്കത് പറയാൻ റൈറ്റുമുണ്ട്. കാര്യം ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതെന്റെ മാനനഷ്ടം, ഡിഫമേഷൻ ഉള്ള കാര്യമാണ്. ആ ക്രിമിനൽ ഡിഫമേഷന്റെ ഭാഗമായി ഹണി റോസിനെതിരെ കേസ് കൊടുക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റാണ്, ഞാൻ തന്നെ വാദിക്കും. ഹണി റോസിന് വേറെ ഏതെങ്കിലും വെക്കേണ്ടി വരുമായിരിക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റ് അലക്സ് ജോൺ സാർ വഴിയാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ബാക്കിയുള്ള കേസിൽ പാർട്ടി ഇൻ പാസ്. അപ്പൊ പുള്ളിക്കാരൻ കട്ടായം കൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, 10 കോടി രൂപ തന്നെ നഷ്ടപരിഹാരം ചോദിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ കട്ടായം പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഹണി റോസ് ബോച്ചെ വിഷയം ഏകദേശം കഴിഞ്ഞതാണല്ലേ, ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി. ഇപ്പൊ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വർ മുന്നോടിയായിട്ട് നടക്കുവാണ്. കാരണം പുരുഷന്മാർക്കും ഈ ഒരു സ്ത്രീകൾക്ക് കിട്ടുന്ന അതേ പരിഗണന പുരുഷന്മാർക്ക് കിട്ടണം എന്നുള്ള ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കമ്മീഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ നടക്കുന്നത്. ശരിക്കും എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് കിട്ടുന്ന ആ റൈറ്റ്സ് പുരുഷന്മാർ, അതായത് എല്ലാവരും സമന്മാരാണെന്നുള്ള രീതിയിൽ തന്നെ പോകണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പരാതി വീണ്ടും വന്നിരിക്കുന്നത്.
അപ്പിയർ ചെയ്ത് വാദിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ പത്രക്കുറിപ്പിൽ ഒന്നും എന്റെ വ്യക്തിപരമായ കാര്യം കാണാത്തത് ഇന്ന് ഞാൻ നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ സാറിനെ അടക്കം ഇവിടെ വിളിച്ച് ഇവിടുത്തെ ട്രഷറിയും ഒക്കെ വിളിച്ചിട്ട് ഒരു പത്രസമ്മേളനം ബുക്ക് ചെയ്തപ്പോൾ എനിക്കെതിരെ ഹണി റോസിന്റെ പരാതി വന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ പത്രക്കുറിപ്പെല്ലാം ബുക്ക് ചെയ്ത് ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ വൈകിട്ട് ഏകദേശം 8:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ 1-2 ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞു ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി നൽകി. അതായത് പോലീസ് കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് ഇതിൽ ഇയാൾക്കെതിരെ കേസിടാൻ പറ്റില്ല, കോടതി വഴി പോകാൻ കണ്ട്, നിങ്ങൾ എല്ലാ മാധ്യമങ്ങളിൽ കണ്ടു കാണും. കോടതി വഴി പോകണമെന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. കേസ് എടുത്തിരിക്കുന്നത് ടീസിംഗ് അടക്കമുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. BNSന്റെ 76ഉം IT ആക്ടിന്റെ 67ഉം ഒക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ IT ആക്ടിന്റെ 67 വകുപ്പിൽ വരുന്നത്, ഇതെങ്ങനെയാണ് BNSന്റെ 76 വകുപ്പിൽ വരുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ കൺമുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ. നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെടുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ്, അതായത് 4 ദിവസം മുമ്പാണ് ഹൈക്കോടതി എന്റെ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വറിനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സീവ് ആക്ഷൻ എടുക്കണമെങ്കിലോ 2 ആഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് 3-4 ദിവസം മുമ്പുള്ള വിധിന്യായം നടന്നിരിക്കുകയാണ്. പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസ് എടുക്കുന്നതാണ് പുരോഗമനം. പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യല. പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമല്ല, ആ വ്യാജ പരാതി നിലനിൽക്കും എന്നുള്ളൊരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആയതുകൊണ്ട് ഫൈറ്റ് ചെയ്യും, സംശയമൊന്നുമില്ല. ഈ പത്രസമ്മേളനത്തിൽ പറയാതെ ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എന്റെ ഹണി റോസിന്റെ പരാതിയോടുള്ള പ്രതികരണം, അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളൂ, ബഹുമാന പുരസരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ. അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. പക്ഷേ ഹണി റോസിന്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാനും. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി. എന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കമന്റ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കമന്റ് സെക്ഷൻ ഒന്ന് നോക്കാം. ആളുകളുടെ പ്രതികരണം എന്താണെന്ന് അറിയണ്ടേ? പുതിയ ഉദ്ഘാടനങ്ങൾ ഒന്നുമില്ല, വരുമാനം വേണ്ടേ, മുൻകൂർ കാശ് കൊടുത്ത് ബുക്ക് ചെയ്തവർ വടി കൊടുത്ത് അടി വാങ്ങിയ പോലെ നിൽക്കുകയാണ്. ഉണ്ടായിരുന്ന ഒരു സിനിമയാണെങ്കിൽ റിലീസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. മൊത്തത്തിൽ ജംബോ പെട്ട്. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഇതേ വഴിയുള്ളൂ. എന്തായാലും ചൊറിഞ്ഞത് പുലിക്കുട്ടിക്ക് നന്നായിട്ടൊന്ന് മന്ത് കിട്ടി. മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുക, ഒരു 10 കോടി നഷ്ടപരിഹാരം ചോദിക്കുക, അപ്പോ അവളുടെ ചൊറിച്ചിൽ അങ്ങ് തീർന്നു കിട്ടും. ബോബി ചെമ്മണ്ണൂർ ചെയ്യാത്തതാണ്. 5 ദിവസം അയാൾ ജയിലിലായപ്പോൾ അയാൾക്ക് വന്ന ബിസിനസ് നഷ്ടം അയാൾ നഷ്ടപരിഹാരം കേസ് ഫയൽ ചെയ്താൽ റോസ് കുടുംബം വിറ്റാലും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഇത്തരം വ്യാജ കേസുകൾ കൊടുക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് നിയമത്തെ ബഹുമാനിച്ചു തുടങ്ങുള്ളൂ. അത് ഓൾറെഡി ഈ ഒരു കമന്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഓൾറെഡി കറക്റ്റ് ആണല്ലേ. ബോബി ചെമ്മണ്ണൂർ എങ്ങാനും ഈ ഒരു ബിസിനസ് നഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഹണി റോസിന് തന്നെ അത് പണിയായി വരും. രാഹുൽ സർ, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എല്ലാവരും കൂടെ ഉണ്ടാകും. അതിലാണും പെണ്ണും വ്യത്യാസം ഉണ്ടാവില്ല. ഇങ്ങനെ അടിസ്ഥാനപരമായുള്ള വ്യത്യാസം മാറ്റാൻ ഇറങ്ങിയ താങ്കൾക്ക് ബിഗ് സല്യൂട്ട്. ഒരുപാട് പേര് രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്തു പറയുന്നുണ്ട്. ശരിയും തെറ്റുമാണ് കോടതി വീക്ഷിക്കേണ്ടത്, അല്ലാതെ ആണും പെണ്ണും എന്ന വ്യവസ്ഥയിലല്ല. രാഹുൽ വെരി ഗുഡ്, അവളെ വിടരുത്, കേറി നടക്കട്ടെ, പറ്റുമെങ്കിൽ സുപ്രീം കോടതി വരെ കയറ്റുക. കുറച്ചു നാൾ കോടതി കയറി ഇറങ്ങി നടക്കട്ടെ, അന്നേരം മനസ്സിലാകും കേസും കോടതിയും എന്താണെന്നുള്ളത്. ശരിക്കും ഇവിടെ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്തുള്ള കമന്റുകളാണ്. ഹണി റോസ് ഈ ചെയ്തതിനോട് ഇപ്പം എല്ലാവരും വിമർശിക്കുകയാണ്. വ്യാജ പരാതിയുടെ ഇരയാണ് സർ ഞാനും. വിട്ടുകൊടുത്തില്ല, 8 വർഷം കേസ് നടത്തി, കോടതി വെറുതെ വിട്ടു, ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തു, 2 വർഷമായി. രാഹുൽ ഈശ്വറിന് ഒരുപാട് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ഈ ഒരു വീഡിയോക്ക് താഴെ നിറയെ കമന്റ്സ് വന്നിരിക്കുന്നത്. എന്തായാലും ഹണി റോസ് ഈ ഒരു കേസ് ഇപ്പൊ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്, സ്വയം തന്നെ കേസ് വാദിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ആ ഒരു മാനനഷ്ടത്തിന് കേസ് അദ്ദേഹം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഫൈനൽ എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.